ഈ ചൂട് കാലത്ത് എത്ര ഭക്ഷണം കഴിച്ചാലും നമ്മളൊക്കെ ആഗ്രഹം എന്തായിരിക്കും? തണുത്ത എന്തെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ തണുത്ത എന്തെങ്കിലും കുടിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കും. അത്ര ചൂടാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി, ഈ മാങ്ങ വെച്ച് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാലോ എന്ന്. നല്ല തണുത്ത് അടിപൊളിയായിട്ട് നമുക്ക് മനസ്സും ശരീരം ഒരുപോലെ നിറക്കാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്ന് വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ മാംഗോ ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 3 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങ ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്ന് നോക്കി നോക്കി, എന്ത് നല്ല മഞ്ഞ കളറാണ്. ഇനി നമുക്കിതൊന്ന് ഷേക്ക് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ജാർ എടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് മാങ്ങ ഫുള്ളായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങായി ഉണ്ടാവും ഇത്ര കളർ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പല കളറിലാണ് നമുക്ക് അവൈലബിൾ ആവുക. ചിലപ്പോൾ ലൈറ്റ് യെല്ലോ അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നല്ല കട്ടിയായിട്ടുള്ള പാല്, ഇതുപോലെ കട്ടിയായിട്ടുള്ള പാൽ ഇട്ട് കൊടുക്കുക. ഷേക്ക് ആകുമ്പോൾ പാല് മറ്റേ ഐസായിട്ടുള്ള പാല് വേണം. ഇനി നമുക്ക് തണുപ്പിന് ആവശ്യമുള്ള ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ, നല്ല യെല്ലോ കളറായിട്ട് നല്ല കട്ടി ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മളെ വയറും നിറയും, നമുക്ക് നല്ലൊരു തണുപ്പും റീഫ്രഷിങ് ആവും കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ കട്ടിയും കാര്യങ്ങളും എത്ര ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയാം. കളറും നോക്കി നോക്കുക, നല്ല യെല്ലോ കളറായിട്ട്. ഞാൻ കൂടുതൽ കളറോ ആർട്ടിഫിഷ്യൽ കളറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചോക്ലേറ്റോ ഇല്ലേ ഇഷ്ടമുള്ളത് മാംഗോ ജസ്റ്റ് കട്ട് ചെയ്തിട്ടാലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി മാംഗോ കട്ട് ചെയ്ത് ഇട്ടാലും അങ്ങനെ ആയാലും മതി. അതാവുമ്പോൾ നമുക്കൊന്ന് കടിക്കാനും ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാവരുടെയും ഫീഡ്ബാക്കും കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക്